ഇലക്ട്രോണിക്സ് രംഗത്തെ അധികായന്മാരായ ക്രോമ കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ടാറ്റയുടെ ഇലക്ട്രോണിക് സെക്ഷനായ ക്രോമയുടെ അതിവിപുലമായ ഷോറൂമാണ് ചങ്കുവെട്ടിയിൽ സിൽവർ ബേ ബിസിനസ് അവന്യൂവിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം കോട്ടക്കൽ മണ്ഡലം എംഎൽഎ കെ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. കോട്ടക്കലിൽ പുതിയ ഒരു സംരംഭം കൂടി വരികയാണ്. ടാറ്റയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സംരംഭം ഇവിടെ മൊബൈൽ ആക്സസറീസും അതുപോലെ തന്നെ ടിവിയും എല്ലാ ഇലക്ട്രോണിക് ആക്സസറീസും വെച്ചുള്ളൊരു പുതിയ സംരംഭമാണ്. കോട്ടക്കലിൻ്റെ വികസനത്തിനോടൊപ്പം ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളും എല്ലാവരും മുന്നോട്ട് ഞങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വളരെ ഭംഗിയായി നടക്കട്ടെ, എല്ലാവിധ ആശംസകളാണ്. ആര്യവരശാല മാനേജിംഗ് ട്രസ്റ്റി പി മാധവൻകുട്ടി വാര്യർ മുഖ്യാതിഥിയായി. ടാറ്റയുടെ ക്രോമയുടെ ഒരു ഷോറൂം ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവിധ ഇലക്ട്രോണിക് ഐറ്റംസും മൊബൈൽ ഫോൺ, ടി വി മുതലായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും ആശംസിച്ചു. മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ, എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മണമൽ ജലീൽ, കോട്ടക്കൽ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി കബീർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ പ്രസിഡന്റ് SR റഷീദ്, സിൽവർ ബേ വെഞ്ചേഴ്സ് മാനേജിംഗ് പാർട്ണർ മുസ്തഫ പുളിക്കൽ, ക്രോമ മാർക്കറ്റിംഗ് ടീം ഹെഡ് ജീവൻ, ക്രോമ കോട്ടക്കൽ ഷോറൂം മാനേജർ ഹരീഷ്, ബ്ലോഗർമാരായ ഫുഡീഷ, വാഹിദ് ദുബായ്, മറ്റ് അതിഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമുക്കറിയാം, സോഫ്റ്റ് ലോഞ്ച് ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാം സുപരിചിതമായി ഓൾറെഡി കഴിഞ്ഞു. എങ്കിലും ഇനിയും ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇനിയും ആവശ്യമാണ്. നമ്മുടെ കോട്ടക്കലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ക്രോമയെ കൂടി ഉൾപ്പെടുത്തുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. കോട്ടക്കലിൻ്റെ വാണിജ്യ വ്യാപാര മേഖലയിൽ ഒരു പുതിയ അടയാളപ്പെടുത്തലാണ് ടാറ്റയുടെ ക്രോമ എന്ന പേരിലുള്ള ഈ ഇലക്ട്രോണിക് സ്ഥാപനം. വലിയ ബൃഹത്തായ ഒരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ ഒരു മുതൽക്കൂട്ടാവും കോട്ടക്കലിനിത്. കോട്ടക്കലിൻ്റെ വികസനത്തിൽ പുതിയൊരു അധ്യായം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ഇനാഗ്രേഷനിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷം. രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ പുതിയ സംരംഭത്തെ. ടാറ്റൻ്റെ ക്രോമ എന്ന ഈ ഇലക്ട്രോണിക്സിൻ്റെ വിപുലമായ ശേഖരണം കൂടി ഉള്ളതുകൊണ്ട് എല്ലാ ജനങ്ങളും അത് ഒരു ഉപകാരപ്രദമാക്കി തീരട്ടെ എന്ന് സംഘടനാ ബേസിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ. ടാറ്റ ക്രോമയുടെ കേരളത്തിലെ 11ാമത് ഷോറൂമാണ് കോട്ടക്കൽ ചങ്കുവെട്ടി സിൽവർ ബേ ബിസിനസ് അവന്യൂവിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളാണ് ക്രോമയിൽ ജനങ്ങളെ കാത്തിരിക്കുന്നത്. 10 മുതൽ 40% വരെ വിലക്കിഴിവും അഡീഷണൽ ബാങ്ക് ഓഫേഴ്സും EMI, എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയും കൂടാതെ മറ്റ് പല ഓഫറുകളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സിൽവർ ബേ വെഞ്ചേഴ്സ് എന്നുള്ള ഫേമിൻ്റെ അണ്ടറിലുള്ള സിൽവർ ബേ ബിസിനസ് അവന്യൂ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ടാറ്റ എൻ്റർപ്രൈസസിൻ്റെ ക്രോമ എന്നുള്ള ഷോറൂം ഇന്ന് രാവിലെ ഔദ്യോഗികമായിട്ട് ബഹുമാന്യനായ കോട്ടക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്തു. ചീഫ് ഗസ്റ്റായിട്ട് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി പി മാധവൻകുട്ടി വാര്യർ അവർകളുണ്ടായിരുന്നു. സിൽവർ ബേ ബിസിനസ് അവന്യൂ എന്നുള്ള ബിൽഡിങ് ആധുനിക സജ്ജീകരണത്തോടു കൂടിയുള്ള ആധുനിക കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് പറയുകയാണെങ്കിൽ ബേസ്മെൻറ്റിലേക്കുള്ള പാർക്കിംഗ് 6 മീറ്റർ വിടുത്തോടു കൂടിയിട്ടുള്ള റാമ്പാണ് നല്ല സ്ലോപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിൽ 40ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കോളമില്ലാത്ത ഒരു PT സ്റ്റൈലിൽ നമ്മൾ ബിൽഡിംഗ് ചെയ്തുകൊണ്ട് 2 ഷോറൂമിൻ്റെ എൻട്രൻസും നല്ല വിസ്തീർണമുള്ള ഷോറൂമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഈ 40,000 സ്ക്വയർ ഫീറ്റോളം ഉള്ള ഈ ബിൽഡിങ്ങിൽ ഈ ക്രോമയുടെയും മാക്സിൻ്റെയും നല്ല ഒരു വിസിബിലിറ്റി ഉണ്ട്. ഏത് കസ്റ്റമറിനും
അവർക്ക് നല്ല വിസിബിലിറ്റിയും ചോയ്സോട് കൂടിയിട്ട് അവരുടെ സാധനങ്ങൾ സെലക്ട് ചെയ്യാനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഈ ബിൽഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ എല്ലാവിധ സപ്പോർട്ടും ടാറ്റ ഷോറൂം ക്രോമക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ ബേസ്മെൻറ്റിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള ഒരു 13 പേർക്ക് യാത്ര ചെയ്യാനുള്ള ലിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.